ഹായ് ഹലോ നമസ്കാരം, എൻ്റെ പേര് ബിജു. അപ്പോഴേ ഇന്നത്തെ കാര്യങ്ങൾ അറിഞ്ഞാണല്ലോ അല്ലേ? ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. നമ്മളെ നെടുമങ്ങാട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നെടുമങ്ങാട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി കേസെടുത്തിട്ട് ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ആ വണ്ടിയുടെ കയ്യിൽ നിന്നും എത്ര രൂപ പിഴ ഈടാക്കി എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് 25,000 രൂപ ആ വാഹനത്തിൽ നിന്നും ഈടാക്കി, വാഹനത്തിൻ്റെ പിഴയായിട്ട് ഈടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ കോടതി വീണ്ടും ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 25,000 രൂപ പിഴ മാത്രം അടച്ച 25,000 രൂപയ്ക്കുള്ള 25,000 രൂപ പിഴ അടയ്ക്കാനുള്ള തെറ്റ് മാത്രമേ ആ വാഹനം ചെയ്തിട്ടുള്ളൂ എന്നാണ്. ഉടനടി എല്ലാ വാഹനങ്ങളിൽ നിന്നും അനധികൃത ലൈറ്റും കാര്യങ്ങളും ഇൻറ്റീരിയറിൽ ഡിസൈനും കാര്യങ്ങളും വേണ്ടാത്ത രീതിയിൽ ചെയ്തിട്ടാണ് എല്ലാ സംഭവങ്ങളും അഴിച്ചു മാറ്റാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് KSRTC ബസ് എങ്ങനെ ഓടുന്നു അതേപോലെയാണ് ഈ ടൂറിസ്റ്റ് ബസ് ഓടിയാൽ മതി എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കാരണം എല്ലാ ദിവസവും അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ടൂറിസ്റ്റ് ബസ്സുകളാണ്. ദിനം പ്രതി ഒരു ദിവസം ഏകദേശം 10-ൽ കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന KSRTCയെക്കുറിച്ച് അദ്ദേഹത്തിനൊന്നും ഹൈക്കോടതിക്ക് ഒന്നും പറയാനില്ല. ആണ്ടിലോ സംക്രാന്തിയിലോ ഒരു അപകടം സംഭവിക്കുമ്പോൾ ടൂറിസ്റ്റ് ബസ്സിന് നേരെ, ആ ഒരു മേഖലയ്ക്ക് നേരെ എടുത്തു ചാടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭരിക്കുന്ന ഒരു ഭരണപക്ഷത്തിന് തന്നെ എതിരായിട്ടുള്ള രീതിയിലുള്ളൊരു കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളിലെയും അനധികൃതമായിട്ട് ലൈറ്റും കാര്യങ്ങളും ഇൻറ്റീരിയറും എല്ലാം ചെയ്തിട്ടുള്ള എല്ലാ വാഹനങ്ങളും പിടിച്ചെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അനധികൃതമായിട്ട് പിടിപ്പിച്ചിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് ആഡംബര ടാക്സ് വാങ്ങിക്കുന്ന വണ്ടിയിൽ ആഡംബരത്തിന് വേണ്ടി ലൈറ്റും കാര്യങ്ങളും ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ നമ്മൾ ആഡംബര ടാക്സ് മേടിക്കുന്ന വണ്ടിയിൽ പിന്നെ അല്ലാതെ നമുക്ക് ബെഞ്ച് സീറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ KSRTCയിലെ പോലെ. നമ്മൾ 49 പേരെ കയറ്റുന്ന വണ്ടിക്ക് അത് 49 പേരെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ, അതിനകത്ത് 65 പേരെ കൊണ്ടുപോകാറില്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞങ്ങളത് വെച്ച് പാരൽ സർവീസ് നടത്താറില്ല. ഓട്ടം വിളിച്ചുള്ള ഓട്ടം മാത്രമേ ഓടുന്നുള്ളൂ. പിന്നെ അപകടങ്ങളുടെ കാരണം ഈ ലൈറ്റും മറ്റു കാര്യങ്ങളാണെന്ന് നിങ്ങളടുത്ത് ആരാ പറഞ്ഞത്? അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണെന്ന് ആരാ പറഞ്ഞത്? പക്ഷേ ഒരുപക്ഷെ ഇത് ശരിയായിരിക്കാം, അത് ഓടിക്കുന്ന ഡ്രൈവറിന് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിച്ചേക്കാം. കാരണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അപകടങ്ങൾ സംഭവിക്കാം. 1-2 അപകടങ്ങൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മേഖലയിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ്ഥാനത്തെ മുഴുവനായിട്ട് അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത് എന്തിനാണ്? ദിനം പ്രതി സംഭവിക്കുന്ന ഇൻഷുറൻസും ഒന്നും വേണ്ട എന്ന് പറയുന്ന KSRTCയുടെ അപകടങ്ങൾ. ഈ ഇടയ്ക്ക് തന്നെ മൂന്നാറിൽ 4 പേര് മരണപ്പെട്ട അപകടം ഉണ്ടായത് KSRTCക്കല്ലേ? ആ ബസ്സിന് എത്ര രൂപ പിഴ കിട്ടുമെന്ന് നിങ്ങൾ ഈ കോടതി ചോദിച്ചിരുന്നോ? ആ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നോ എന്ന് ഈ കോടതി ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ. ടൂറിസ്റ്റ് ബസ്സിന് ഈ ടൂറിസ്റ്റ് ബസ്സിനെതിരെ മാത്രം എന്താണ് നിങ്ങൾക്ക് ഇത്ര കണ്ണുകടിയുള്ളത്? എന്തുകൊണ്ടായാലും ഈ പ്രസ്ഥാനത്തെ ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലായി. ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, കേരളത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാം കൂടെ കെട്ടിപ്പറക്കി വല്ല കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒക്കെ നിങ്ങൾ പോകുന്നതാണ് നല്ലത്. കേരളത്തിൽ ഇപ്പോഴും 88 കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, മനസ്സിലായില്ലേ? 2025 ആയത് ഇപ്പോഴും അവരെ ചെവിയിലെത്തിയിട്ടില്ല. താങ്ക് യു.